എരിതീലമരുന്ന കുന്തിരിക്കം നറും പരിമളമാവത് പോലെ. എരിതീലമരുന്ന കുന്തിരിക്കം നറും പരിമളമാവത് പോലെ. പരിദാഹവ്യഥതൻ കനലിൽ വീണുരുകി പുഴയായി ഒഴുകൂ എൻ സ്നേഹമേ. പരിദാഹവ്യഥതൻ കനലിൽ വീണുരുകി പുഴയായി ഒഴുകൂ എൻ സ്നേഹമേ. മരുവിലെ നിർജ്ജരി ആർത്തമാം നാവിൽ മകരന്തമിയലുന്ന പോലെ. മരുവിലെ നിർജ്ജരി ആർത്തമാം നാവിൽ മകരന്തമിയലുന്ന പോലെ. മമ നൊമ്പരങ്ങളും സഹനവും സ്നേഹമാം മധുവായി പകരൂ എന്നാത്മമേ. മമ നൊമ്പരങ്ങളും സഹനവും സ്നേഹമാം മധുവായി പകരൂ എന്നാത്മമേ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സഹനം മനുഷ്യജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ ആദിമധ്യാന്തങ്ങളിൽ നിഴൽ പോലെ അത് അവനെ പിൻചെല്ലുന്നു. വേദനയുടെ താഴ്വാരത്തിലൂടെ നടന്നിട്ടുള്ളവരോ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയിട്ടുള്ളവരോ ആണ് എല്ലാവരും തന്നെ. ജീവിതയാത്രയിൽ കണ്ണുനീരിൻ്റെ രുചി അറിയാത്തവർ ആരും തന്നെയില്ല ഈ ലോകത്തിൽ. സഹനം വിശുദ്ധവും മഹനീയവും രക്ഷാകരവുമാകുന്നത് യേശുവിൻ്റെ കുരിശിലെ സഹനത്തെ ഓരോ വ്യക്തിയും തൻ്റെ സഹനത്തിൻ്റെ മാതൃകയാക്കുമ്പോഴാണ്. കുരിശിലെ യേശുവിനോട് ചേർന്നുള്ള സഹനം ആശ്വാസപ്രദവും പ്രതീക്ഷാനിർഭരവുമാണ്. പലവിധത്തിൽ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന സഹനങ്ങൾ ക്രിസ്തുവിനോടൊത്ത് സഹിക്കുമ്പോഴാണ് സഹനം പുണ്യമായി മാറുന്നത്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് വിധി മരണത്തിൻ്റെ ഗർത്തത്തോളം എടുത്തെറിഞ്ഞിട്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി തിരികെ കിട്ടിയ ജീവിതത്തിൻ്റെ പരിമിതമായ സാധ്യതകളിൽ നിന്ന് ജീവിത ദുഃഖത്തിൻ്റെ കാണാക്കയങ്ങളിൽ പെട്ടുഴലുന്നവർക്ക് ഒരു പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന വൈദികൻ. തിരുവല്ലയിലെ തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് താന്നിക്കാക്കുഴി കുടുംബത്തിൽ ഫിലിപ്പ് മറിയാമ്മ ദമ്പതികളുടെ 9 മക്കളിൽ 4ാമനായി പിറന്ന വർഗീസ് തൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച അടിയുറച്ച ദൈവവിശ്വാസത്തിൻ്റെയും അൾത്താരയോട് ചേർന്നു നിന്ന ബാല്യകാല തീഷ്ണതയുടെയും പ്രചോദനം ഉൾക്കൊണ്ട് തൻ്റെ ജീവിതം മുഴുവനായി ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് 2 വർഷം മുൻപ്, അതായത് 1945 സെപ്റ്റംബർ മാസത്തിൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ കവിയൂർ കോട്ടൂർ ദേശത്തെ താന്നിക്കാക്കുഴി വീട്ടിൽ മിസ്റ്റർ ഫിലിപ്പോസിൻ്റെയും മറിയാമ്മയുടെയും 9 മക്കളിൽ 4ാമനായിട്ട് ജനിച്ച വർഗീസ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠനം ചെറുപുഷ്പ വിദ്യാലയത്തിൽ ആരംഭിച്ചു. മാതാപിതാക്കന്മാരുടെ ഭക്തിപരമായ ജീവിതവും വിശ്വാസദാർഢ്യവും വർഗീസിനെ സന്യാസ ജീവിതത്തിലേക്കും വൈദിക ജീവിതത്തിലേക്കും പ്രവേശിക്കുവാൻ പ്രാപ്തനാക്കി. കുടുംബത്തിലെ ആധ്യാത്മികവും ഭക്തിപരമായ ജീവിതത്തിൻ്റെ ഫലമായിട്ട്
സന്യാസ വൈദിക ജീവിതത്തിലേക്ക് പ്രചോദനം ലഭിച്ച ബഹുമാനപ്പെട്ട അപ്പസ്തോലൻ അച്ഛനെ അനുഗമിച്ചുകൊണ്ട് ഞാനും സന്യാസ ജീവിതത്തിലേക്ക് വരുവാനിടയായി. എൻ്റെ 2 സഹോദരിമാരെ സന്യാസിനി ജീവിതത്തിലേക്കും പ്രവേശിക്കുവാനിടയായത് അച്ഛൻ്റെ ഭക്തിപരമായ ആധ്യാത്മിക ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. തനിക്ക് കിട്ടിയ ദൈവവിളിയെ ശ്രവിച്ച് ലൗകികതയുടെ മായാമോഹങ്ങൾക്ക് പുറംതിരിഞ്ഞ് സന്യാസ വൈദിക ജീവിതത്തിലേക്ക് അദ്ദേഹം നടന്നെടുത്തു. സന്യാസ പരിശീലന കാലത്ത് തന്നെ ഏറെ സ്വാധീനിച്ച വ്യാകുലമാതാവിൻ്റെ പൊസേന്തി എന്ന വിശുദ്ധന്റെ നാമം സ്വീകരിച്ച് ബഥനി സന്യാസ സമൂഹത്തിൽ 1974 അദ്ദേഹം ഒരു വൈദികനായി തീർന്നു. തനിക്ക് ഏൽപ്പിക്കപ്പെട്ട അജപാലന ശുശ്രൂഷയിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ദൃശ്യശ്രാവ്യ കലകളിലൂടെ സുവിശേഷ പ്രഘോഷണം എന്ന പുതിയ ആശയം ഉൾക്കൊണ്ടുള്ള തിരക്കേറിയ കർമ്മപരിപാടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 11ാം വർഷം 1985 മാർച്ച് 30 താമരശ്ശേരിയിൽ നിന്ന് തൻ്റെ പ്രവർത്തന മണ്ഡലമായ ബത്തേരിയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബസ് മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിച്ചു. എൻ്റെ സഹോദരൻ കോഴിക്കോട്ട് നിന്ന് മീനങ്ങാടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വൈത്തിരി എന്ന സ്ഥലത്ത് വെച്ച് ബസ് ആക്സിഡൻ്റ് ഉണ്ടായി എന്ന ഫോൺ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 13ാം വാർഡിൽ എത്തിച്ചേരുമ്പോൾ കണ്ട സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ വരിക. പരിപൂർണമായിട്ട് കഴുത്തിന് കീഴ്വശം തളർന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചത്. ചലനശേഷിയില്ലാതെ, സംസാരശക്തിയില്ലാതെ നിശ്ചലനായി കിടക്കുന്ന എൻ്റെ സഹോദരൻ. അദ്ദേഹത്തെ തിരിച്ച് തരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കണം, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തെ ദൈവം സ്വീകരിക്കണമേ എന്ന അപേക്ഷയുമായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി. മരണക്കിടക്കയിൽ ഈശോ മറിയം യൗസേപ്പെ എന്ന പ്രാർത്ഥന ചൊല്ലി നല്ല മരണത്തിനായി കാത്തുകിടന്ന ഈ വൈദികനെക്കുറിച്ച് ദൈവപിതാവിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് പങ്കുചേർന്ന് തൻ്റെ കിടക്കയെ ഒരു ബലിവേദിയാക്കി തന്നെ സമീപിക്കുന്നവർക്ക് പ്രത്യാശയായും പ്രാർത്ഥനയായും സഹോദരങ്ങൾക്കായി ഉരുകിത്തീരാനുള്ള ദൈവവിളി. നമ്മുടെ കർത്താവിൻ്റെ പ്രേഷിത പ്രവർത്തനത്തിന് നാനാവിധ മുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ജനങ്ങളെ പഠിപ്പിച്ചു, അവരോട് ഉപദേശിച്ചു, അവരോട് പ്രസംഗിച്ചു, അവരുടെ രോഗങ്ങളിൽ നിന്ന് അവർക്ക് സൗഖ്യം നൽകി, അവരുടെ പാപങ്ങൾ മോചിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുത്തു, പാപികളോടും ദരിദ്രരോടും കൂടെ സഹവസിച്ചു. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവിടത്തേക്കുണ്ടായിരുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ന് സഭയിലൂടെ, വൈദികരിലൂടെ, പ്രേക്ഷിതരിലൂടെ സഭയിൽ തുടർന്നുകൊണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ന് എനിക്ക് എൻ്റെ ശാരീരിക ബലഹീനത കൊണ്ട് പങ്കുചേരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെ. കുർബാന കൊടുക്കാനോ കുമ്പസാരിപ്പിക്കാനോ പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ. പക്ഷേ അതിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായി തോന്നുന്നില്ല. കാരണം ഞാൻ വേറൊരു തരത്തിൽ അതിനെ ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ട് മാത്രം. നമ്മുടെ കർത്താവിൻ്റെ ആ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം മകുടമണിയുന്നത് അവിടുത്തെ കഷ്ടാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിലുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഫലം മുഴുവൻ ഉണ്ടാകുന്നത് ഈ കുരിശുമരണത്തിലൂടെയും കഷ്ടാനുഭവത്തിലൂടെയും കൂടിയാണ്. അപ്പോൾ യേശുതമ്പുരാൻ ഒരിക്കൽ
ഒരുപക്ഷെ എന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താതെ രണ്ടാമത്തെ ഭാഗത്തുള്ള ആ കഷ്ടാനുഭവത്തിലും വിഷമങ്ങളിലും പങ്കുചേരാൻ അവിടുന്ന് എന്നെ ക്ഷണിച്ചിരിക്കുന്നു. അതിൽ ഞാൻ കൂടുതൽ ഇന്ന് സന്തുഷ്ടവാനാണ്. ആ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന്, അവിടുത്തെ പീഡാനുഭവങ്ങളോട് ചേർന്ന് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുവാനും മറ്റുള്ളവർക്ക് പ്രയോജനമാവും വിധം അതിനെ ഉപയോഗിക്കുവാനും ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നാം കരുതുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ അഭിരുചിക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങളനുസരിച്ച് നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഒരു തലത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും നാം അതിൽ സന്തോഷം കണ്ടെത്തുന്നു. നമുക്കിഷ്ടമുള്ള രീതിയിൽ, നമുക്കിഷ്ടമുള്ള തരത്തിൽ, നമ്മുടെ അഭിവാഞ്ചകൾക്കനുസരിച്ച് നമുക്ക് കിട്ടിയ താലന്തുകൾ ഉപയോഗിച്ച് നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ആദ്യമുണ്ടായിരുന്ന ചിന്തയും അതുതന്നെയായിരുന്നു. ദൃശ്യമാധ്യമ കലകളിലൂടെ ദൈവവചനം പ്രഘോഷിക്കുക എന്ന നൂതന ആശയവുമായി ഞാൻ വൈദികനായപ്പോൾ എന്നിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് എൻ്റെ ഈ ശാരീരിക ബലഹീനത അനുഭവപ്പെട്ടതും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും എനിക്ക് നടത്താൻ സാധിക്കാതെയും വന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലുപരി ദൈവം എന്നിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കുകയല്ല ദൈവം എന്നിൽ ആഗ്രഹിക്കുന്നതെന്നും, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുത്തെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവിടുന്ന് തീരുമാനിക്കുന്ന രീതിയിൽ, അവിടുന്ന് ഏത് തരത്തിൽ ഇഷ്ടപ്പെടുന്നുവോ ആ രീതിയിൽ അവിടത്തേക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തതുകൊണ്ടാവാം ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷവാനാകുന്നതും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ദൈവമഹത്വം പ്രാപിക്കുവാൻ എനിക്ക് സാധിക്കുന്നതും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ കർമ്മരംഗത്ത് നിന്ന് പിന്തള്ളപ്പെട്ടതായ നിരാശയോ ശൂന്യതാവാദമോ അദ്ദേഹത്തിനില്ല. തൻ്റെ വൈദിക ജീവിതത്തിനുള്ളിലെ സഹനത്തിൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ അദ്ദേഹം പുഞ്ചിരിയോടെ തൻ്റെ സഹനം മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തെ തൻ്റെ സഹന ജീവിതത്തിലൂടെ സ്വർഗീയ സന്തോഷം ആസ്വദിച്ച് അനേക മക്കൾക്ക് സന്തോഷവും പ്രതീക്ഷയും പ്രത്യാശയും പ്രാർത്ഥനാ ബലവും നൽകി പൊസേന്തി അച്ഛൻ ഇവിടെ ആയിരിക്കുന്നു. ഒരിക്കൽ അച്ഛനെ പരിചയപ്പെട്ടവർക്ക് പിന്നീട് ഒരിക്കലും അച്ഛനെ മറക്കുവാൻ സാധിക്കുകയില്ല. അച്ഛനും അങ്ങനെ തന്നെ. മനുഷ്യസ്നേഹിയായ പൊസേന്തി അച്ഛൻ്റെ സഹന ജീവിതത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ അനേക മക്കൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. അച്ഛനോടൊത്തായിരിക്കുന്ന ചുരുങ്ങിയ നിമിഷങ്ങളിൽ അവർ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയുടെ അനുഭവവും വിലമതിക്കാനാവാത്തതാണ്. വേദനയുടെയും സഹനത്തിൻ്റെയും ഈ 3 പതിറ്റാണ്ട് കാലം ബദനി സമൂഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ള നേച്ചർ ക്യൂർ സെൻ്ററിൽ ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് ഒരു പ്രാർത്ഥനാ മനുഷ്യനായി അദ്ദേഹം ഇന്ന് ജീവിക്കുന്നു. അച്ഛൻ്റെ പ്രാർത്ഥന ദൈവപിതാവിന് നിരസിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അനേകർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥനാ നിയോഗങ്ങൾക്കായും ആശ്വാസത്തിനായും നിരന്തരം സമീപിക്കുന്നു. ഞാൻ പൊസേന്തി അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് 1979-ലാണ്. അന്ന് അദ്ദേഹം ബോംബെയിൽ പഠിക്കുകയും മിഷൻ നടത്തിയിരുന്ന കാലത്താണ് പൂനെ ആശ്രമത്തിൽ വെച്ച് അച്ഛനെ കാണുന്നത്. വളരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു വൈദികന് അതിനപ്പുറത്തൊരു ചിന്ത അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അന്ന് ഉണ്ടായില്ല. അച്ഛൻ്റെ അപകടമൊക്കെ ഞാൻ കേട്ടിരുന്നു. അതിനുശേഷം അച്ഛന് ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ സ്ഥിരതാമസത്തിന് ശേഷമാണ് കൂടുതൽ അടുത്ത് അച്ഛനുമായിട്ട് ഇടപഴകാനായിട്ട് ഇടയായത്. 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നു. ഒന്ന്, അച്ഛനെപ്പോഴും പ്രസന്നനായിട്ടാണ് കാണുന്നത്. എത്ര വേദനയുള്ളപ്പോൾ പോലും മുഖം പ്രസന്നമായിട്ട് വെക്കാനും വരുന്നവരെ സന്തോഷിപ്പിക്കാനും അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. 2, നമ്മൾ എത്ര നിരാശയിൽ വന്നാലും അച്ഛൻ്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ
നമുക്ക് പ്രത്യാശ വരും. ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യം അച്ഛൻ്റെ ഉള്ള മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊരു കേട്ടറിവിൽ ഞാൻ പറഞ്ഞു വെക്കുന്നതല്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബത്തിലെ വലിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ആ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് പ്രത്യക്ഷമായിട്ടുള്ള മാറ്റം, ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റം കുടുംബത്തിലുണ്ടായി എന്നുള്ളതാണ്. സഹനം ഒരു വിളിയാണ്. സഹനം ഒരു ബലിയാണ്. മരക്കുരിശ് ബലിവേദിയാക്കി യേശു സ്വയം പരമപിതാവിന് ബലിയർപ്പിച്ചതുപോലെ ഇതാണ് തൻ്റെ വിളി എന്ന് മനസ്സിലാക്കി തൻ്റെ കിടക്കയെ അൾത്താരയാക്കി ജീവിതബലി അർപ്പിക്കുകയാണ് ഈ വൈദികൻ. നന്മയും തിന്മയും ലോകത്തിൽ കാണുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ്. ഈ തിന്മയെ നാം പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. നമുക്ക് വന്നു ഭവിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഒക്കെ നാം തിന്മയായി കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയായി നാം കാണേണ്ടത് യേശുക്രിസ്തുവിന് തന്നെ വന്നു ഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥതകളുമാണ്. പാപമില്ലാത്തവനെ പാപിയെന്നും തെറ്റുകാരനെന്നും ദുഷിച്ചു പറഞ്ഞ് ശാരീരികമായും മാനസികമായും അങ്ങേയറ്റം പീഡിപ്പിച്ച് കുരിശുമരണം കൊടുത്ത് ആ യേശു ആയിരിക്കണം ഏറ്റവും വലിയ തിന്മ അനുഭവിച്ചവൻ. പക്ഷേ നമുക്കറിയാം അത് ശരിയല്ല എന്ന്. കാരണം ഏത് തിന്മയെയും നന്മയായി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ നന്മയ്ക്കായി യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും സംഭവിച്ചത്. അപ്പം തിന്മ എന്ന് നാം മനസ്സിലാക്കുന്ന അതിനെ ദൈവം നന്മയാക്കി മാറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷ പ്രാപിച്ചെടുത്തു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും വ്യാകുലതകളും എല്ലാം ദൈവം നന്മയായി മാറ്റുമ്പോൾ അതിന് നമ്മെ കൂടുതൽ ദൈവമഹത്വത്തിനായി ഉപകരിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളിടത്ത് സഹനമുണ്ട്, സഹനമുള്ളിടത്ത് സ്നേഹവുമുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സഹനം സ്നേഹത്തിൻ്റെ അളവുകോലാണ്. എവിടെ സ്നേഹം കൂടുന്നുവോ അവിടെ സഹനം കൂടും. എവിടെ സഹനം കൂടുമോ അവിടെ സ്നേഹവും കൂടും. യേശുക്രിസ്തുവിൻ്റെ മാതൃക തന്നെ അതാണ്. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച യേശുവിൻ്റെ ആ ഉത്തമ ഉദാഹരണം തന്നെ സഹനത്തെ നാം അളവുകോലായി മാറ്റുന്നത് കൊണ്ടാണ്. യേശു സഹിച്ച കഷ്ടാനുഭവവും കുരിശുമരണവുമാണ് ആ സ്നേഹത്തിൻ്റെ അളവുകോലായി നിൽക്കുന്നത്. സഹനത്തിൻ്റെ കയ്പിനെ മധുരമാക്കി തീർക്കുന്ന ഒരു ജീവിതം. ക്രൂശിതനോട് ചേർന്നുള്ള സഹനം കൃപാവരത്തിൻ്റെ പ്രവാഹമൊഴുകുന്ന ഒരു കൂദാശയാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ സമർത്ഥിക്കുകയാണ് പൊസേന്തി അച്ഛൻ. എവിടെയോ വായിച്ച ഒരു ചിന്താശലകം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. 2 കാലുമില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ കാലിലെ ചെരുപ്പിനെക്കുറിച്ചുള്ള പരാതി ഞാൻ നിർത്തിക്കളഞ്ഞു. നമ്മുടെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും നാം ചിന്തിക്കുമ്പോൾ നമ്മുടേതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നാം കരുതുന്നു. സത്യത്തിൽ അതാണോ? നാം നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ നമ്മെക്കാട്ടിലും മോശമായ രീതിയിൽ അല്ലെങ്കിൽ അതിലും താണ നിരത്തിൽ സഹിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരും ദുഃഖിക്കുന്നവരുമുണ്ട്. പക്ഷേ നാം പലപ്പോഴും നമ്മുടെ മുകളിലുള്ളവരെയോടാണ് നാം നമ്മെ താരതമ്യം ചെയ്യുക. നമ്മളെക്കാട്ടിലും നല്ലവരായിട്ടുള്ളവരെ, നമ്മളെക്കാട്ടിലും ആരോഗ്യമുള്ളവരെ, നമ്മളെക്കാട്ടിലും സമ്പന്നരെ, നമ്മളെക്കാട്ടിലും ജീവിതശൈലി ഉയർന്നവരെ നമ്മോട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് പ്രശ്നം. നേരെ മറിച്ച് നാം നമ്മുടെ ലെവലിൽ നിന്ന് താഴോട്ടിറങ്ങി ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മെക്കാട്ടിലും മോശമായ രീതിയിൽ ജീവിക്കുന്നവരുടെ സ്ഥിതി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടേത് എത്രയോ നല്ലതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി സാധാരണ ജീവിതത്തിലും ഒരു സൈക്കിളുള്ളവൻ ചിന്തിക്കും എനിക്കൊരു മോട്ടോർ സൈക്കിൾ വേണമെന്ന്. മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കഴിയുമ്പോൾ കാറുള്ളവനെ കാണുമ്പോൾ അവൻ വിചാരിക്കും എനിക്കൊരു കാറ് വാങ്ങിക്കണമെന്ന്.
അങ്ങനെ പോകുന്നു നമ്മുടെ ചിന്താ ശൈലി. നേരെ മറിച്ച് നമുക്കൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മുടെ താഴേക്കടയുള്ള ഒരു സൈക്കിളുകാരനെ കണ്ടാൽ നാം അവനോട് താരതമ്യപ്പെടാൻ ശ്രമിക്കുകയും അവനെപ്പോലെ ആകാൻ ശ്രമിക്കുകയും അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നാം ഒരിക്കലും നമ്മളെക്കാട്ടിലും ഉയർന്നവരോട് താരതമ്യം ചെയ്യാതെ നമ്മളെക്കാട്ടിലും താഴ്ന്നവരോട് താരതമ്യം ചെയ്ത് നമ്മെ തന്നെ നമ്മുടെ സമാധാനത്തിൽ ജീവിക്കാനായിട്ട് നാം ശ്രമിക്കുക. നാം നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുമ്പോഴും സന്തോഷത്തോടുകൂടി അതിനെ തരണം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, പുഞ്ചിരിയോടുകൂടി നമ്മുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, സന്തോഷവാരായി നാം മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടുമ്പോൾ നമ്മുടെ ആ ദുഃഖത്തിന് മാറ്റ് കുറയും എന്നുള്ളതാണ് സത്യം. മലയാള സിനിമ പാട്ടിൽ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ലൈനുണ്ട്: കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചുകൊണ്ട് മരിച്ചുകൂടെ. എത്രയോ സത്യവും അർത്ഥവത്വമായ വരികളാണിത്. നമുക്ക് ദുഃഖമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും നാം മരിക്കും എന്നെങ്കിലും ഒരിക്കൽ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളെയും വ്യഥകളെയും സങ്കടങ്ങളെയും സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് ആ മരണത്തെ നാം നേരിടുകയല്ലേ വേണ്ടത്. യേശുവിനെ നോക്കുക. യേശു തൻ്റെ ഏത് അവസ്ഥയിലും സന്തോഷവാനായി കാണപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. കുരിശിൽ കിടന്ന് അനുഭവിക്കുമ്പോഴും അവൻ ഒരിക്കലും നിരാശാഭാവം കാണിച്ചിരുന്നിട്ടില്ല. നേരെ മറിച്ച് അവനെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയിൽ തൻ്റെ ആ ജീവിതം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടതകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ആ യേശുക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്തുകൊണ്ട് അവൻ്റെ സന്തോഷത്തിൽ പങ്കുകാരാകുവാൻ വേണ്ടി നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ ദുരിതങ്ങളെയും ആ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് സന്തോഷത്തോടുകൂടെ നമ്മൾ സഹിക്കുമ്പോൾ അതിൻ്റെ വില അളവറ്റതാണ്. യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിന്ന് നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കാൻ സാധിക്കുമെന്ന് ഈ വന്ധ്യപുരോഹിതന്റെ ജീവിതം നമുക്ക് സാക്ഷ്യം നൽകുന്നു. ഫിലിപ്പോസ് മറിയാമ്മ ദമ്പതികൾക്ക് ലഭിച്ച മക്കളിൽ 4 പേര് സമർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടു. ഈ 4 പേരിൽ നിന്ന് സവിശേഷമായ വിളി ലഭിച്ച ബഹുമാനപ്പെട്ട പൊസേന്തി അച്ഛൻ ഈ വിളിയുടെ അർത്ഥം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 13 വർഷം ഓടി നടന്ന് പൗരോഹിത്യ ശുശ്രൂഷ അദ്ദേഹം നിറവേറ്റി. അതിനുശേഷമുള്ള ഈ 31 വർഷം അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷ കുറേ കൂടി ശ്രേഷ്ഠമായ തലത്തിൽ, ഉന്നതമായ തലത്തിൽ നിന്നുകൊണ്ട് നിറവേറ്റുകയാണ്. പള്ളിയിൽ പോയി അൾത്താരയിൽ കയറി നിന്ന് വിശുദ്ധ കുർബാന ചെല്ലാനോ അജപാലന ശുശ്രൂഷയ്ക്ക് വേണ്ടി വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്യാനോ ഭവനങ്ങളിലെത്താനോ സാധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ബലിയർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ സഹായം ആവശ്യമുള്ളവരിൽ ആത്മീയമായി എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. കിടക്കയെ ബലിപീഠമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വചന ശുശ്രൂഷയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ പ്രഘോഷിക്കാറുണ്ട്. ജീവിക്കുന്ന സുവിശേഷം. അനേകരെ ആശ്വാസത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്ന ആരും ആശ്വാസവും സമാധാനവും കണ്ടെത്താതെ മടങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ക്രൂശിതനായ ക്രിസ്തുവിൽ ആശ്രയം കണ്ടെത്താനും ആ ക്രൂശിതനിൽ മഹത്വം കണ്ടെത്താനും സാധിക്കുന്ന ഈ ജീവിതം, ഈ ബലിജീവിതം തുടർന്നു കൊണ്ടേയിരിക്കട്ടെ. ദീർഘനാൾ ഈ സഭയ്ക്ക്, സമൂഹത്തിന്
വേദനിക്കുന്ന അനേകർക്ക് ആശ്വാസമായി. ഈ പുരോഹിതൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി ക്രിസ്തുവിൻ്റെ നേർക്കാഴ്ച നൽകിക്കൊണ്ട് നമ്മുടെ മധ്യേ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അസാധാരണമായി ഒന്നും നേടാനാവാതെ ഏകാന്ത മൗനത്തിൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ച് സഹനത്തിൻ്റെ താഴ്വരയിലൂടെ സന്തോഷത്തിൻ്റെ ആന്തോളനമായും സ്നേഹത്തിൻ്റെ നീറുറവയായും പ്രാർത്ഥനയിൽ സഹായിയായും അപരനിലേക്ക് അനവരതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ ജീവിതം. എരിതീയിലമരുന്ന കുന്തിരിക്കം നറും പരിമളമാവതുപോലെ പരിദാഹവ്യഥതൻ കനലിൽ വീണുരുകി പുഴയായി ഒഴുകൂ എൻ സ്നേഹമേ. മരുവിലെ നിർഝരി ആർത്തമാം നാവിൽ മകരന്തമിയലുന്ന പോലെ മമ നൊമ്പരങ്ങളും സഹനവും സ്നേഹമാം മധുവായി പകരൂ എന്നാത്മമേ.